എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങേ മാത്രം സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിന്റെ മുന്തിരിച്ചാറ് നുണയുകയാണ് ഞാൻ. അങ്ങ് എന്താണത് അറിയാത്തത്? കണ്ണത്താ ദൂരത്തെ ഈ മരുഭൂമിയിൽ വീശിയടിക്കുന്ന കാറ്റിന്റെ ചൂട് അങ്ങ് അറിയുന്നില്ലേ? ഈ മരുഭൂമിയുടെ ചക്രവർത്തിയാണെങ്കിലും ഞാനും ഒരു പെണ്ണാണ്. എനിക്കും മോഹങ്ങളുണ്ട്. എനിക്കും മോഹങ്ങളുണ്ട്. ഇങ്ങനെ പറയണം. മനസ്സിലെ സ്നേഹം മുഖത്ത് കാണിച്ച് തുറന്നു പറയണം. അപ്പോഴേ നായകന്റെ മനസ്സലിയൂ. മനസ്സിലായോ? എന്റെ മനസ്സ് എപ്പോഴേ അലിഞ്ഞതാ, ഇവിടല്ലേ അലിയാത്തത്? ഞാൻ നാടകത്തിലെ ഡയലോഗാ പറഞ്ഞത്. തൽക്കാലം അത് മാത്രം പറഞ്ഞാ മതി. ശരി, ഒന്നോട് പറയോ. അനിയൻകുട്ടൻ പറയുമ്പോ ഒന്നുകൂടി കേൾക്കാൻ തോന്നണം, പ്ലീസ്. ആ ശരി, ഒരു തവണ കൂടി കേട്ട് പഠിക്കും. കണ്ണത്താ ദൂരത്തെ ഈ മരുഭൂമിയിൽ വീശിയടിക്കുന്ന കാറ്റിന്റെ ചൂട് അങ്ങ് അറിയുന്നില്ലേ? ഈ മരുഭൂമിയുടെ ചക്രവർത്തിയാണെങ്കിലും ഞാനും ഒരു പെണ്ണാണ്. എനിക്കും മോഹങ്ങളുണ്ട്. ആ പറ പറ. കണ്ണെത്താ ദൂരത്തെ കല്യാണിയാണോ മാഡം ക്ലിയോപാട്ര? ആ, അങ്ങനെയാണെന്ന വൈപ്പ്. പക്ഷെ ആ കുട്ടിക്ക് ക്ലിയോപാട്രയുടെ ലുക്ക് ഇല്ല. ആ ലുക്കുള്ള ഒരാളെ കിട്ടാനും ഇല്ല. ക്ലിയോപാട്രയ്ക്ക് അനിയൻകുട്ടനൊക്കെ ഡ്രസ് തുന്നിക്കണ്ടേ മാഡം? ചരിത്ര നാടകമാണ്. കലോത്സവത്തിൽ അവതരിപ്പിക്കുന്നതുകൊണ്ട് ക്ലിയോപാട്രയെ ലുങ്കി ഉടുപ്പിച്ച് നാറ്റിക്കരുത്. അഭിനയം മോശമായാലും ഈ നാടകത്തിന് ഏറ്റവും നല്ല സംവിധാനത്തുള്ള അവാർഡ് ഉറപ്പാ. അങ്ങനെ എന്നോ ചത്തുപോയി ക്ലിയോപാട്രയ്ക്ക് ഡ്രസ് തുന്നിച്ച് അനിയൻകുട്ടനും നിങ്ങളും ചേർന്ന് കോളേജ് ഫണ്ടിന് പണം അടിക്കണ്ട. തൽക്കാലം ക്ലിയോപാട്രയ്ക്ക് നൈറ്റി മതി. അത് ആ കുട്ടി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോളൂ. സത്യമാടാ, റിഹേഴ്സൽ തുടങ്ങിയപ്പോഴേ നിന്നെ മാത്രം നോക്കിക്കൊണ്ട് അമ്മ ഒന്ന് നിപ്പുണ്ടായിരുന്നു. നിന്നോട് അവക്ക് പ്രേമോടാ, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കൂ. ഇത് സംഭവം ക്ലീൻ ചിറ്റ. എടാ, ഇവിടത്തെ സകല പിള്ളേരും അവളുടെ പിറകെയാ. ഇതിപ്പോ ക്ലിയോപാട്ര ജീവിതത്തിലേക്ക് കടന്നു വന്ന പോലല്ലേ? നീ ചെന്ന് അവളോട് ഫോട്ടോയുടെ കോപ്പി വേണമെന്ന് പറ. അത് വേണ്ട. പെണ്ണുങ്ങൾ അത്ര അങ്ങോട്ട് ഇറങ്ങി വിശ്വസിച്ചുകൂടാ. ചിലപ്പോ അത് ഫിലിം കാണില്ല. ക്ലിയോപാട്രയുടെ കാമുക ഒന്നിങ്ങ് വന്നൂടെ? ചെല്ല്. എല്ലാവർക്കും വേഷം ഉണ്ടാക്കി കൊടുക്കുന്ന ആളല്ലേ, എനിക്കും ഒരു വേഷം തന്നൂടെ? എന്ത് വേഷം? ഒരു ഏടത്തിയമ്മയുടെ. എന്താ എന്താ പറഞ്ഞു ചിരിച്ചത്? അല്ല, അനിയൻകുട്ടൻ മനസ്സ് വെച്ചാ എനിക്കും ഒരാളുടെ ക്ലിയോപാട്ര ആവാം. താൻ അഭിനയിക്കോ? ഇതുപോലൊക്കെ, പക്ഷെ സ്റ്റേജിൽ വയ്യ. അതിന് നല്ലത് കല്യാണി തന്നെയാ. അനിയൻകുട്ടൻ പറഞ്ഞു കൊടുക്കുന്നത് ആ കുട്ടിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. അവരെന്താ സംസാരിക്കുന്നത്? നിന്റെ ക്ലിയോപാട്ര ജീവിതം അവസാനിക്കുന്ന ലക്ഷണം ഉണ്ടടി, സൂക്ഷിച്ചോ. ഇത് അനിയൻകുട്ടന് എന്റെ വക ഒരു പ്രസന്റ്. സാധാരണ ഫോട്ടോസ് അല്ലേ എല്ലാവരും കൊടുക്കാറുള്ളത്. എടുത്ത ക്യാമറ അടക്കം ആരെങ്കിലും ഫോട്ടോ പ്രസന്റ് ചെയ്യാറുണ്ടോ? ഒരു സർപ്രൈസ് ആയി അല്ലേ? ശരിക്കും സർപ്രൈസ് ആയി. ഇന്നലെ ഇന്നുമായി അനിയൻകുട്ടൻ അറിയാതെ പിറകെ നടന്ന് ഞാൻ എടുത്ത വേറെയും ഫോട്ടോസ് ഇതിലുണ്ട്. ഫോട്ടോ അത്ര നന്നാവില്ല, പക്ഷെ അതിലെ മുഖം വളരെ നന്നായിട്ടുണ്ട്. എന്ത് പറ്റി? അനിയൻകുട്ടാ, വാതിൽ തുറക്കടാ. തല്ലിപ്പൊളി, നീ എന്താ ഒറ്റയ്ക്ക് ഇതിനകത്ത് വാതിൽ അടച്ച്? ഇതുവരെ ഇല്ലാത്ത പതിവാണല്ലോ. ഞാൻ കോളേജിലെ ആ പ്രോഗ്രാം ഒന്ന് റിഹേഴ്സൽ ചെയ്യായിരുന്നു. ഒറ്റയ്ക്ക് എന്ത് റിഹേഴ്സൽ? ക്ലിയോപാട്ര വേണ്ടേ? ബാക്കിയുള്ള കഥാപാത്രങ്ങളൊക്കെ വേണ്ടേ? എന്തിന് ക്ലിയോപാട്ര? ഈ റിഹേഴ്സലിന് അവളുടെ കാമുകനായ ഞാൻ മാത്രം മതി. കൊള്ളാലോ. പിന്നെയുണ്ടോ? ഇതാരാ ഇത്ര ഭംഗിയായി നിന്റെ ഫോട്ടോ എടുത്ത്? മുഖം നന്നായാൽ ഏത് ഫോട്ടോയും നന്നാവും. അത് നേരെ. സത്യം പറഞ്ഞാൽ നിന്നെ ഇത്രയും സുന്ദരനായി ഒരു ഫോട്ടോയിലും ഞാൻ കണ്ടിട്ടില്ല. ഇതാരാ എടുത്ത്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ മനസ്സ് തുറന്ന് സ്നേഹിച്ച് ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് എന്നെ കാണാൻ ഇത്ര ഭംഗി. ഓഹോ, ഏട്ടനോടായതുകൊണ്ട് തുറന്നു പറയാം. പറഞ്ഞോളൂ. ശരിക്കും പ്രേമം പ്രേമം ഒരു ക്യാമറ ക്ലിക്ക് പോലെയാണ്. ഒരിക്കൽ ക്ലിക്ക് ചെയ്താൽ പിന്നെ തുരുതുരാ ഫോട്ടോ വന്നുകൊണ്ടേയിരിക്കും. ഡാടാ, നീ വാതിലടച്ച് അകത്തിരിക്കാണെന്നും പറഞ്ഞ അമ്മ എന്നെ നോക്കാനയച്ചതാ. നീ ഇവിടെ ക്ലിക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ ചെന്ന് പറയട്ടെ? ഏട്ടൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ചോദിച്ചതിന് ഉത്തരം പറ. പ്രേമിച്ചിട്ടുണ്ടോ? ഇല്ല. അതെന്താ, പ്രേമിക്കാനുള്ള ചങ്കുറ്റം ഇല്ലേ? ഇത്തിരി കൂടുന്നുണ്ട്. ഉത്തരം പറ പ്രൊഫസറെ. എന്താ പ്രേമിക്കാത്തത്? പ്രേമത്തോട് വെറുപ്പാണോ? ഒരു പെണ്ണിനെ കുറച്ചു കാലം പ്രേമിച്ച് വലിച്ചെറിയാൻ എനിക്കിഷ്ടമല്ല. പ്രേമിച്ച ആളെ വിവാഹം കഴിക്കണം, ഒരുമിച്ച് ജീവിക്കണം. അങ്ങനെ വരുമ്പോ ചിലപ്പോ അച്ഛനെയും അമ്മയും വേദനിപ്പിക്കേണ്ടി വരും.
എനിക്കതൊന്നും വയ്യ. അച്ഛനെ അമ്മയും വേദനിപ്പിക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. അതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെടുന്നത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണെങ്കിലും അത് ഞാൻ വേണ്ടാന്ന് വെക്കും. ചുരുക്കി പറഞ്ഞ ഏട്ടന് പ്രേമിക്കാനും ജാതകം നോക്കണം, അല്ലാതെ പറ്റില്ല അല്ലേ? ശരിയാ, എനിക്ക് പ്രേമിക്കാനും ജാതകം നോക്കണം. എന്താണ് അവൻ പറഞ്ഞത്? അവന്റെ ഒരു സ്ക്രൂ എവിടെയൊന്ന് ഇളകിയിട്ടുണ്ട്. ഒന്നല്ല, ചില നേരം ഒന്നിൽ കൂടുതൽ ഇളകിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്. അവൻ പറഞ്ഞതൊന്നും നീ കാര്യമാക്കണ്ട. പ്രായമിതല്ലേ, വിവരമില്ല. ആ വിവരമില്ലായ്മയാണ് എനിക്ക് പേടി. അവൻ എന്തെങ്കിലും അബദ്ധത്തിൽപ്പെട്ടോ? അവനൊരു ക്ലിക്ക് കിട്ടിയിട്ടുണ്ട്. ക്ലിക്കോ? എന്ത് ക്ലിക്ക്? അതിപ്പോ ഞാനങ്ങനെ അച്ഛനോട് പറയാ. ആ, നീ ക്ലിക്ക് എന്ന് പറഞ്ഞത് വല്ല തെറിയോ മറ്റാണോ? എന്നാലും ധൈര്യമായിട്ട് പറഞ്ഞു, ഞാൻ അമ്മയോട് പറയില്ല. ആ, അവനേതോ പ്രേമത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അത് സാധാരണയല്ലേ? പ്രേമിക്കണം, അതിൽ കുടുങ്ങണം, പിന്നെ അത് സീരിയസ് ആകാതെ ഊരാൻ പഠിക്കണം. അതൊക്കെ ഈ വളർച്ചയിലെ എൻട്രൻസ് എക്സാമിനേഷൻ അല്ലേ മോനെ? അതിന് നീ എന്തിനാ ഇത്ര പേടിക്കുന്നേ? പ്രേമിച്ചിട്ട് ഊരാൻ പറ്റാതെ അതും കഴുത്തി കെട്ടി തൂങ്ങി നടന്നാലോ? പരീക്ഷയിൽ ഉഴപ്പിത്തോറ്റ് നാറിയാലോ? അപ്പ പ്രശ്നമാ. അവനെ പറഞ്ഞു മനസ്സിലാക്കണം. ആരാ പെണ്ണ്? ഏതോ ക്ലിയോപാട്ര. ക്ലിയോപാട്ര? അതേതോ വില കൂടിയ സാധനമല്ലേ? ഇവിടുത്തെ കാര്യ. അങ്ങ് ഈജിപ്തിലായിരുന്നു. എന്റെ അച്ഛനെ കാണണോ? വിട്ടുകളാ. ക്ലിയോപാട്ര എങ്കിൽ ക്ലിയോപാട്ര. വളർന്ന് എവറസ്റ്റ് പോലെ തലയുയർത്തി നിൽക്കുന്ന മക്കളോട് ചെരിഞ്ഞു വീഴാറായ അച്ഛൻ എന്താ പറയുക? പ്രേമിക്കട്ടെ. നീ അവൾ ആരാണെന്ന് കണ്ടുപിടിക്കുക. പറ്റുന്ന പാത്രയാണെങ്കിൽ നമുക്ക് നോക്കാം, അല്ലാത്ത പാത്രയാണെങ്കിൽ അപ്പം നോക്കാം. കുറച്ചു നേരം ഈ ബാറാത്ത് കേൾക്കുന്നു, മനസ്സിനൊരു സുഖം കിട്ടും. യാദോ കി ബാരാത്ത്. ഇതാണ് എന്റെ ക്ലിയോപാട്രയുടെ തീം. ഇഷ്ടായോ? സംഗീതം ചെറുപ്പത്തിലെ പഠിച്ചതാണോ? ഇപ്പൊ കേട്ട സംഗീതമാണെങ്കിൽ ചെറുപ്പത്തിലെ പഠിക്കാൻ ശ്രമിച്ചിരുന്നു. ആദ്യം പഠിപ്പിക്കാൻ വന്നത് ക്രൂരനായ ഒരു ഭാഗവതരായിരുന്നു. സ്വരം തെറ്റിയ തലക്കടിയും. ഏട്ടൻ കരയും, ഞാൻ കരയില്ല. എന്നിട്ട് ഒരു ദിവസം ഞാൻ അയാളെ പട്ടിയെ വിട്ട് ഓടിച്ചു. പിന്നെ വന്നിട്ടില്ല. ആര്, പട്ടിയോ അതോ ഭാഗവതരോ? രണ്ടുപേരും വന്നിട്ടില്ല. ഏട്ടൻ പലപ്പോഴും ഏട്ടനാണെന്ന് എനിക്ക് തോന്നാറില്ല. വീട്ടിലുള്ള ഏതോ വലിയ കാരണവരാണെന്നാണ് തോന്നാറ്. എ പ്രഷ്യസ് വൺ ടു മൈ ഫാദർ ആൻഡ് മദർ. അച്ഛനും അമ്മയ്ക്കും ഏട്ടൻ കഴിഞ്ഞിട്ട് എന്തും ഉള്ളൂ. എല്ലാം ഏട്ടന്, എപ്പോഴും ഏട്ടന്. എന്തും ഏട്ടനോട് ചോദിക്കണം, എന്തും ഏട്ടൻ ആരംഭിക്കണം. ഹേ, ഡോണ്ട് ബി സില്ലി. ക്യൂല് നിൽക്കുമ്പോ മുന്നിൽ നിൽക്കുന്ന ആൾക്കല്ലേ എല്ലാം ആദ്യം കിട്ടുക. ഏട്ടനല്ലേ ആദ്യം വന്നത്. എത്ര ഉരുട്ടി കൊടുത്താലും വയറ് നിറഞ്ഞ മുന്നിൽ നിൽക്കുന്ന ഏട്ടൻ മാറില്ലേ? പിന്നെ അനിയന് കിട്ടില്ലേ? അനിയൻകുട്ടൻ പറഞ്ഞു കേട്ടിടത്തോളം ഏട്ടൻ വലിയ ആളല്ലേ? റാങ്ക് ഹോൾഡർ ആണ്, എക്സലന്റ് സ്പോർട്സ്മാൻ ആണ്, ബെസ്റ്റ് ലെക്ചറർ ആണ്, വെരി സിമ്പിൾ ആണ്. അങ്ങനെയുള്ളൊരു ഏട്ടന്റെ അനിയനാവുമ്പോഴല്ലേ അനിയൻകുട്ടൻ ഏട്ടനേക്കാൾ വലിയവനാവുന്നത്. അതിൽ അനിയൻ സന്തോഷിക്കണം. സന്തോഷിക്കാൻ കിട്ടുന്ന ഒരു മുഹൂർത്തവും കളയരുത്. ഇതാ ഇതുപോലെ. അമ്മു ഏട്ടനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നേക്കാൾ 10 വയസ്സ് കൂടുതലാ ഏട്ടന്. അത് കള്ളം. 10 ഞാനൊരു റൗണ്ട് ഫിഗർ ആക്കിയതാ. 10-ലൊരു 3 മാസത്തെ കുറവ് വരും. അതിപ്പോ ഒരു കുറവാണോ? 10 തന്നെ. ഒരു കാര്യം പറയട്ടെ, അനിയൻ ഏട്ടനേക്കാൾ ചെറുപ്പാണെന്ന തോന്നൽ അനിയനും വേണ്ട, ഏട്ടൻ വയസ്സനാണെന്ന തോന്നൽ അനിയൻകുട്ടനും വേണ്ട. രണ്ടാളും ശരിയല്ല. എങ്ങനെ? അതായത് അനിയൻകുട്ടൻ ഏട്ടനേക്കാൾ ചെറുപ്പാണെന്ന തോന്നൽ അനിയനും വേണ്ട, ഏട്ടന് പ്രായമായെന്ന തോന്നൽ അനിയൻകുട്ടനും വേണ്ടാന്ന്. മനസ്സിലായോ? ആ, മനസ്സിലായി. ഊതിയതാണെന്ന് മനസ്സിലായി. എടി, എന്തായി കാണിക്കുന്നേ? എന്റെ വര വളഞ്ഞു. സാരമില്ല, അത് നിവർത്താൻ ആള് വന്നിട്ടുണ്ട്. താഴെ നിന്നെ കാണാൻ അനിയൻകുട്ടന്റെ ഏട്ടൻ വന്നിരിക്കുന്നു. ഈശ്വര, എന്തിന്? എന്നെ കല്യാണിക്ക് പരിചയം ഉണ്ടാവില്ല. ഞാൻ അനിയൻകുട്ടന്റെ ഏട്ടനാ. സാറിനെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. കുറച്ചു ദിവസമായി ഞാൻ കല്യാണിയെ കോളേജിലും വീട്ടിലും എല്ലാം അന്വേഷിക്കുന്നു. അച്ഛനെ അമ്മയൊക്കെ പരിചയപ്പെട്ടു. നേരിട്ട് കണ്ടപ്പോഴാ മനസ്സിലായത് കല്യാണിയുടെ അച്ഛൻ എന്നെ ഹൈസ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണ് ഞാൻ അന്വേഷിച്ചതെന്ന് കല്യാണി ആലോചിക്കുന്നുണ്ടാവും. പേടിക്കണ്ട, അനിയൻകുട്ടൻ ഒരു കുട്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അവന്റെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. സ്വന്തം ക്ലിയോപാട്രയാണെന്നും ഒരുപാട് ഇഷ്ടമാണെന്നും ഒക്കെ അവൻ പറഞ്ഞപ്പോ അതാരാണെന്നറിയാൻ എനിക്കൊരു ആഗ്രഹം. അങ്ങനെയാണ് അത് കല്യാണിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. സാറിനോട് ഇത്ര പെട്ടെന്ന് എന്നെ കുറിച്ച് പറയുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അനിയൻകുട്ടൻ എനിക്ക് അനിയൻ മാത്രമല്ല, ശരിക്കും പറഞ്ഞ
മകനാ. അവൻ എന്റെ മുന്നിൽ ഒന്നും ഒളിപ്പിച്ചു വെക്കാറില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും തുറന്നു പറയും. ചെറുപ്പത്തിലേ അങ്ങനായിരുന്നു. പക്ഷെ ഈ കൂടിക്കാഴ്ച അവൻ ഇപ്പൊ അറിയില്ല കേട്ടോ. ഇപ്പൊ അറിയേം വേണ്ട. ഇല്ല, ഞാൻ പറയില്ല. സമയമാവുമ്പോ അവന്റെ കൂടെ ഞാനും അച്ഛനും അമ്മയും വരും. കല്യാണിയെ ഞങ്ങളുടെ വീട്ടിലേക്ക് വിളിക്കാൻ. എന്താ അത് പോരെ? ഫോട്ടോ എടുക്കാറുണ്ടല്ലേ? ഓ, ഞാൻ ഒത്തിരി ഫോട്ടോ എടുത്തിട്ടുണ്ട്. കുറെ ഫോട്ടോകൾ അനിയൻകുട്ട എനിക്ക് കാണിച്ചു തന്നു. എല്ലാം ഗംഭീരാണ്. അത് ഇനിയും ധാരാളം എടുക്കണം. അവനെ ചുമര് നിറയെ അങ്ങനെ ഒട്ടിച്ചു വെക്കാല്ലോ. അമ്മു, ക്ലിയോപാട്ര സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തില, ഭയങ്കര സന്തോഷത്തില. കോളേജ് ബ്യൂട്ടിയോട് അത് പറയാനാ ഞാൻ ഓടി വന്നത്. അനിയൻകുട്ടന്റെ ഏട്ടൻ എന്നെ കാണാൻ വന്നിരുന്നു. വെറുതെ കാണാൻ മാത്രമായിട്ട് വന്നതാ? അല്ല, അനിയൻകുട്ടന്റെ കൂടെ ഇനി വേറൊരു കോളേജ് ബ്യൂട്ടിയെയും ചുറ്റിയടിക്കാൻ സമ്മതിക്കണ്ട, ഞങ്ങളുടെ കല്യാണത്തിന് അവർക്ക് സന്തോഷാണെന്ന് പറയാൻ തന്നെയാ വന്നത്. ഓ അങ്ങനെ. എന്നിട്ട് അനിയൻകുട്ടൻ എന്നോട് പറഞ്ഞില്ലല്ലോ? അറിഞ്ഞാലേ പറയൂ. ഏട്ടൻ വന്നത് അനിയൻകുട്ടന് അറിയില്ല. ഇനി അങ്ങോട്ട് പറഞ്ഞ് ആ മനസ്സ് ചീത്തയാക്കരുത്. കുറച്ചു കാലം കഴിഞ്ഞ് എനിക്ക് കൂടെ കഴിയേണ്ടതാ. ദേ അനിയൻകുട്ടൻ. എന്റെ അമ്മോ, ഇതെപ്പോ വന്നു? അവൾ എന്താ പറഞ്ഞത്? ഓ അതാ, അത് കോഴ്സ് പൂർത്തിയായാൽ അവൾ അനിയൻകുട്ടനെ കല്യാണം കഴിക്കുമെന്ന്. അവൾക്ക് വട്ടാ. വട്ടൊന്നല്ല, അതൊരു നല്ല കാര്യല്ലേ. പക്ഷെ ഞാനും കൂടി മനസ്സ് വെക്കണ്ടേന്ന് ചോദിച്ചപ്പോ അവൾക്കൊരു വിഷമം. ആ അവകാശം സ്ഥാപിച്ചു കിട്ടാനല്ലേ ഞാൻ ഈ പെടാ പാടുപെടുന്നത്. എന്നെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട്. അതിനുള്ള കാലാവസ്ഥ ശരിയായി വരട്ടെ. ഏട്ടനെ ഏതാണ്ട് പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അച്ഛൻ മണത്ത് പിടിക്കുന്ന ടൈപ്പാ. അമ്മയോട് സമയം നോക്കി പറയാൻ പറ്റൂ, അല്ലേ പ്രശ്ന? എന്തോ ഒരു പ്രാർത്ഥന. സ്നേഹം ഒരു പ്രാർത്ഥനയല്ലേ. ഞാൻ സ്നേഹിക്കുന്ന ആളെ എനിക്ക് തന്നെ കിട്ടണേന്ന് പ്രാർത്ഥിക്കായിരുന്നു. കോളേജ് ബ്യൂട്ടിയെ കീഴടക്കിയില്ലേ? ചെലവുണ്ട് മച്ചാ.